സ്വകാര്യവൽക്കരണത്തിനും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനും ഊന്നൽ നൽകുന്നതാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ്. ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിക്കുമെന്ന നിർണായക പ്രഖ്യാപനം ബജറ്റിൽ ധനമന്ത്രി നടത്തി. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാനും ബജറ്റിൽ തീരുമാനമുണ്ട്. ഇൻഷുറൻസ് മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ കഴിയുന്ന പ്രഖ്യാപനമാണ് ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. ഇൻഷുറൻസ് രംഗത്ത് 100% വിദേശ നിക്ഷേപം അനുവദിക്കാനാണ് തീരുമാനം. നിലവിൽ വിദേശ നിക്ഷേപം 74%. 2047ഓടെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷയെന്ന കേന്ദ്രത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ് പുതിയ നീക്കം. The FDI limit for the insurance sector will be raised from 74 to 100%. This enhanced limit will be available for those companies which invest the entire premium in India. The current guardrails and conditionalities associated with foreign investment will be reviewed and simplified. വിദേശ കമ്പനികൾക്ക് നിയന്ത്രണങ്ങളില്ലാതെ നേരിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാമെന്ന അവസ്ഥ വന്നതോടെ വിപണിയിൽ മത്സരം കടുക്കും. പ്രീമിയം തുകയിലടക്കം പ്രതിഫലനമുണ്ടായാൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. അതേസമയം രാജ്യത്തെ പ്രമുഖ സ്ഥാപനങ്ങളായ LIC, SBI ലൈഫ് തുടങ്ങിയവ പുതിയ മത്സരം നേരിടേണ്ടി വരും. എന്നാൽ പ്രീമിയം തുക രാജ്യത്ത് തന്നെ നിക്ഷേപം നടത്തണമെന്ന് വ്യവസ്ഥയുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കുമെന്നും ആറ്റോമിക് ആക്ടിൽ ഭേദഗതി വരുത്തുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. For an active partnership with the private sector towards this goal, amendments to the Atomic Energy Act and the Civil Liability for Nuclear Damage Act will be taken up. 100 ഗിഗാവാട്ടിന്റെ ആണവ നിലയങ്ങളും പ്രഖ്യാപനത്തിലുണ്ട്. വികസിത് ഭാരത് പദ്ധതിക്കായുള്ള ആണവോർജ്ജ ദൗത്യത്തിന്റെ ഭാഗമായാണ് നടപടി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്കായി സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തെ പലിശരഹിത വായ്പയായി 1.5 ലക്ഷം കോടി രൂപ നീക്കിവെക്കും എന്നാണ് മറ്റൊരു പ്രഖ്യാപനം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിന് കീഴിലുള്ള പദ്ധതി ആസൂത്രണത്തെ സഹായിക്കുന്നതിനായി PM ഗതിശക്തി പോർട്ടൽ സ്വകാര്യ മേഖലയ്ക്ക് ഡാറ്റ ആക്സസ് നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ ബജറ്റിലും ജനങ്ങളുടെ കയ്യിൽ പണമെത്തിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കണ്ടെത്തിയിരിക്കുന്ന കുറുക്കുവഴി സ്വകാര്യ പങ്കാളിത്തവും നേരിട്ടുള്ള വിദേശ നിക്ഷേപവുമാണ്. ഈ ശൈലിക്ക് തുടക്കം കുറിച്ച കോൺഗ്രസ് ആകട്ടെ ഇതിനെ പിന്തുണയ്ക്കാനും എതിർക്കാനും കഴിയാതെ പ്രതിസന്ധിയിലാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.